ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക മേഖലയിൽ എന്തെല്ലാം തരത്തിലുള്ള ആഘാതങ്ങളാണ് സൃഷ്ടിച്ചത്, ഇതായിരുന്നു പഠിച്ചത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഇന്ന് നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മുടെ വിദേശ വ്യാപാര മേഖലയിൽ, നമ്മളുടെ ഫോറിൻ ട്രേഡിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉളവാക്കിയത്, ഇത് പരിശോധിക്കാം. We know India has been trading with various nations since ancient times. India has been trading with different countries since ancient times. അതിപുരാതന കാലം തൊട്ട് തന്നെ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായിട്ട്, വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം, വ്യാപാര ബന്ധം പുലർത്തി വന്നിരുന്നു. Pre-colonial India enjoyed a worldwide market for ഇറ്റ്സ് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ്. അല്ലേ? അതിപുരാതന കാലം തൊട്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ നിർമ്മിത വസ്തുക്കൾ കയറ്റുമതി ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ? കാശ്മീരി ഷോൾസ്, ബനാറസ് സാരീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ദാറ്റ് ഇന്ത്യ ഹാഡ് ട്രേഡഡ് വിത്ത് ഡിഫറെൻറ്റ് നേഷൻസ്. ഇന്ത്യ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുള്ള നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ് കാശ്മീർ ഷോളുകളും ബനാറസ് സാരികളും. കൂടാതെ വിവിധ ലോഹങ്ങൾ, കൊത്തുപണികളാൽ അലങ്കൃതമായിട്ടുള്ള ഒത്തിരി കരകൗശല വസ്തുക്കൾ, പവിഴങ്ങൾ, മുത്തുകൾ, ഇവയെല്ലാമായിരുന്നു ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ, ഇവയൊക്കെയാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ഭരണം ഏറ്റെടുത്തതിനെ തുടർന്ന് നമ്മുടെ വിദേശ വ്യാപാരത്തിൻ്റെ കുത്തകയും അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. വിദേശ വ്യാപാരം ബ്രിട്ടീഷുകാരുടെ ചൊൽപ്പടിയിലാക്കി. ഇന്ത്യ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം, ഏതെല്ലാം വസ്തുക്കളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യേണ്ടത്, അത് ഏതെല്ലാം രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യണം, കയറ്റിറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ അല്ലെങ്കിൽ താരിഫ് എത്രയായിരിക്കണം ചുമത്തേണ്ടത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തീരുമാനിക്കുന്നത് നമ്മളല്ല, ആരാ? ബ്രിട്ടീഷുകാരാണ്. ഇതോടെ നമ്മളുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടന തന്നെ അടിമുടി മാറി. വിദേശ വ്യാപാരത്തിൻ്റെ അളവിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. നേരത്തെ നിർമ്മിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ റോ മെറ്റീരിയൽസ് പോലുള്ള, അസംസ്കൃത വസ്തുക്കൾ പോലുള്ള പ്രൈമറി പ്രൊഡക്ട്സ് മാത്രം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഒരു രാജ്യത്തിൻ്റെ കയറ്റിറക്കുമതികൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം ആ രാജ്യം ഏത് തരത്തിലുള്ള രാജ്യമാണെന്ന്. വികസിത രാജ്യമാണോ അല്ല അവികസിത രാജ്യമാണോ, ഇതൊക്കെ നമുക്ക് അവരുടെ കയറ്റുമതിയും ഇറക്കുമതിയും അറിഞ്ഞെങ്കിൽ പറയാനായിട്ട് പറ്റും. If a country exports manufactured products and services, it is a characteristic of a developed economy. ഒരു രാജ്യം നിർമ്മിത വസ്തുക്കളും സേവനങ്ങളുമാണ് കയറ്റുമതി ചെയ്യുന്നത് എങ്കിൽ അത് വികസിത രാജ്യത്തിൻ്റെ ലക്ഷണമാണ്. But whereas if an economy exports raw materials and primary products, it is a characteristic of an underdeveloped economy. മറിച്ച് ഒരു രാജ്യം അസംസ്കൃത വസ്തുക്കളും പ്രാഥമിക ഉൽപ്പന്നങ്ങളുമാണ് കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ അത് അവികസിത രാജ്യത്തിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടീഷുകാർ പിടിമുറുക്കിയതിനെ തുടർന്ന് ഇന്ത്യയുടെ കയറ്റി ഇറക്കുമതിയിൽ അജഗജാന്തരം മാറ്റമുണ്ടായി. നേരത്തെ മുത്തുകളും പവിഴങ്ങളും നിർമ്മിത ഉൽപ്പന്നങ്ങളും തുണിത്തരങ്ങളൊക്കെ കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ എക്സ്പോർട്സ് റോ സിൽക്സ്. അസംസ്കൃത സിൽക്കുകളാണ് ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. നിർമ്മിച്ച സിൽക്ക് അല്ല, മറിച്ച് അസംസ്കൃത സിൽക്കാണ്. റോ കോട്ടൺ, അസംസ്കൃത പരുത്തി. റോ വൂൾ, അസംസ്കൃത കമ്പിളി. ഷുഗർ, ഇൻഡിഗോ ആൻഡ് ജൂട്ട്. ജൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചണം. ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രങ്ങൾക്ക് ചായം നൽകാനുള്ള ഒരു ചെടിയാണ്. ഈ തരത്തിലുള്ള പ്രൈമറി പ്രൊഡക്ട്സ് ആണ്, പ്രാഥമിക ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളോ സിൽക്ക് ക്ലോത്ത്സ്. ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള
യെസ്, സിൽക്കിൻ്റെ തുണിത്തരങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാ? അങ്ങ് ബ്രിട്ടനിൽ. കോട്ടൺ ക്ലോത്ത്സ് ഇവിടെ നിന്നും പരുത്തി അവർ റോ മെറ്റീരിയലായിട്ട് കൊണ്ടുപോയി, എന്നിട്ട് അവിടെ വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് തുണിത്തരങ്ങളായി, കോട്ടൺ തുണിത്തരങ്ങളായി ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. വൂൾ ക്ലോത്ത്സ് എല്ലാം ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. കൂടാതെ ക്യാപിറ്റൽ ഗുഡ്സ് ലൈറ്റ് മെഷീനറീസ് ദാറ്റ് ആൾസോ മാനുഫാക്ചർഡ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിർമ്മിച്ചിട്ടുള്ള ചെറിയ യന്ത്രങ്ങൾ, യന്ത്രഭാഗങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. നോക്കിയേ, ഈ കയറ്റ് ഇറക്കുമതി ഘടനയിൽ നിന്നും ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ അടിമുടി വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ഇല്ലേ? ബ്രിട്ടൻ മെയിൻറ്റെയിൻഡ് എ മൊണോപ്പൊളി പവർ ഓവർ ഇന്ത്യാസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇന്ത്യയുടെ കയറ്റ് ഇറക്കുമതികളിൽ ഒരു കുത്തക ആധിപത്യം ബ്രിട്ടീഷുകാർ നിലനിർത്തി പോന്നിരുന്നു. ബ്രിട്ടീഷുകാരുടെ ശാഠ്യത്തെ തുടർന്ന് നമ്മുടെ വിദേശ വ്യാപാരത്തിൻ്റെ പകുതിയും ബ്രിട്ടനുമായിട്ട് മാത്രമേ ഇനി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ. നമ്മുടെ വിദേശ വ്യാപാരത്തിൻ്റെ പകുതിയിൽ കൂടുതലും ആർക്ക് മാത്രമേ നാം കയറ്റുമതി ചെയ്യാനായിട്ട് പാടുള്ളൂ? ബ്രിട്ടീഷുകാരുമായിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ദ റെസ്റ്റ് ഓൺലി അലൗഡ് ടു ട്രേഡ് വിത്ത് അതർ കൺട്രീസ്. ബാക്കി വരുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട്, അതും അവർ പറഞ്ഞിട്ടുള്ളത് ചൈന ആൻഡ് സിലോൺ. സിലോൺ ഈസ് നൗ നോൺ ആസ് ശ്രീലങ്ക. സിലോൺ ഇന്ന് അറിയപ്പെടുന്നത് ശ്രീലങ്ക എന്നാണ്. ആൻഡ് പേർഷ്യ ഈസ് നൗ നോൺ ആസ് ഇറാൻ. ഇങ്ങനെ ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലേക്കാണ് ബാക്കി വരുന്ന വസ്തുക്കൾ നാം കയറ്റുമതി ചെയ്തിരുന്നത്. പകുതിയിൽ കൂടുതലും ബ്രിട്ടൻ വാങ്ങിക്കും. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ കോളനിയാണ്. അവർ പറയുന്നത് പോലെ തുച്ഛമായ പൈസയ്ക്ക് നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ വാങ്ങി ഇവിടുന്ന് അങ്ങ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയാണ്. ഇതായിരുന്നല്ലോ ഒരു കോളനി രാജ്യമാക്കിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം. സൂയസ് കനാലിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, ഇല്ലേ? 1869 മനുഷ്യനിർമ്മിതമായിട്ടുള്ള സൂയസ് കനാല് കപ്പൽ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തു. സൂയസ് കനാൽ ഓപ്പൺ ആയതോട് കൂടിയിട്ട് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റി. സൂയസ് കനാൽ ഈസ് എ മാൻ മെയ്ഡ് ആർട്ടിഫിഷ്യൽ സീ ലെവൽ വാട്ടർവേ ദാറ്റ് ഈസ് ഓപ്പൺഡ് ഇൻ ദ ഇയർ ഓഫ് 1869. ഏത് വർഷത്തിലാണ്? 1869. സൂയസ് കനാല് തുറന്നു കൊടുക്കുന്നതിന് മുമ്പേ ബ്രിട്ടീഷുകാർ ആഫ്രിക്ക വൻകരയ്ക്ക് ചുറ്റി വരണമായിരുന്നു. ഒരുപാട് യാത്ര ചെയ്തിട്ട് മാത്രമേ ഇന്ത്യയിൽ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ സൂയസ് കനാൽ വന്നതോട് കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് ഇന്ത്യയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റി. ഇതോടുകൂടിയിട്ട് വിദേശ വ്യാപാരം കൂടുതൽ ശക്തി പ്രാപിച്ചു. ബ്രിട്ടീഷുകാർ നമ്മളുടെ വിദേശ വ്യാപാരത്തിൻ്റെ മുകളിൽ വല്ലാതെ കർശനങ്ങൾ ഏർപ്പെടുത്തി, വല്ലാതെ നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തുകയും ചെയ്തു. സൂയസ് കനാല് മെഡിറ്ററേനിയൻ കടലും റെഡ് സീയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ ഒരു ചെറിയ ഒരു പാതയാണ്. യൂറോപ്പിലേക്കും മറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യാനായിട്ട് പറ്റി സൂയസ് കനാല് വന്നതോടുകൂടിയിട്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലുടനീളം നിങ്ങൾക്ക് അവർ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചതായി കാണാം. എന്താ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കയറ്റുമതി മിച്ചം. കയറ്റുമതി എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക, വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുക. നമുക്കതിനെന്ത് കിട്ടും? പൈസ, പണം കിട്ടും. ഇനി എന്താ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇറക്കുമതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ നാം വാങ്ങിക്കുക. നമ്മളുടെ കാശ് എങ്ങോട്ട് പോകും? വിദേശത്തേക്ക് പോകും. ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി. എക്സ്പോർട്ട് സർപ്ലസ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന് നല്ലതാ. നമ്മളുടെ കയറ്റുമതിയാണ് കൂടുതൽ ഏതിനേക്കാളും? ഇറക്കുമതിയേക്കാളും. അതിനെയല്ലേ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ
ഒരുപാട് സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ. പരുത്തിയായിട്ടും ചണമായിട്ടും റോ മെറ്റീരിയൽസ് ആയിട്ടും ഒക്കെ. അതോടുകൂടി ഇന്ത്യയിൽ വസ്ത്രങ്ങളുടെ ലഭ്യത കുറഞ്ഞു, മണ്ണെണ്ണയുടെ ലഭ്യത കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത കുറഞ്ഞു. നാം കയറ്റുമതി ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളായിരുന്നു. റോ കോട്ടണും റോ ജൂട്ടും റോ വൂളും ഒക്കെ നാം കയറ്റുമതി ചെയ്തു. നമ്മളുടെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ നാം പ്രൈമറി പ്രൊഡക്ട്സ് ആയിട്ട് കയറ്റുമതി ചെയ്തു. അതോടുകൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഏതാണ്ട് സ്വയം പര്യാപ്തമായിരുന്ന നമ്മളുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ താറുമാറായി. ഭക്ഷണം കിട്ടാതെയായി, ആവശ്യത്തിന് വസ്ത്രം ലഭിക്കാതെയായി, ആവശ്യത്തിനുള്ള മണ്ണെണ്ണ ലഭിക്കാതെയായി. ഈ തരത്തിൽ നമ്മളുടെ ഇക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. വിദേശ ശക്തിയായ ബ്രിട്ടൻ നമ്മുടെ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തിൽ പിടിമുറുക്കിയതിന് ശേഷം എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശ് നമുക്ക് വരും എന്ന് നാം പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഈ ഗുണം ഒന്നും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. ഇന്ത്യയിലേക്ക് സ്വർണവും വെള്ളിയും ഒന്നും ഒഴുകി വന്നിട്ടില്ല. യാതൊരു തരത്തിലുള്ള സമ്പത്തിൻ്റെ വരവും ഇന്ത്യയുടെ വളർച്ചയ്ക്കായിട്ട് ഗുണം ചെയ്തിട്ടില്ല. ഇതൊക്കെ ഊറ്റിയെടുക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് തട്ടിയെടുക്കുകയായിരുന്നു ഈ കാശ് മുഴുവനും. ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തുന്ന ഭരണച്ചെലവായിട്ട് നമ്മൾ കാശ് കൊടുക്കണം എന്നവർ പറയും. ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്തിൻ്റെ വിപുലീകരണത്തിനായിട്ട് നടത്തുന്ന യുദ്ധത്തിന് ഇന്ത്യക്കാരെ ചെലവ് വഹിക്കണം. ബ്രിട്ടീഷുകാർ ഇവിടെ നൽകുന്ന സേവനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലും കാശ് അടിച്ചു മാറ്റുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഫോറിൻ ട്രേഡ് നയപ്രകാരം ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്ന് നമ്മളുടെ കയറ്റുമതിയുടെ ഘടന, കയറ്റുമതിയിലുണ്ടായ മാറ്റം എല്ലാം തന്നെ നോക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്തിന് യാതൊരു ഗുണവും ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടില്ല, അല്ലേ? ഇനി നമുക്ക് ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ജനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ 2011 വർഷത്തിൽ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ നിങ്ങളുടെ വീടുകളിൽ സെൻസസുമായി ബന്ധപ്പെട്ട് വന്നതായിട്ട് നിങ്ങൾ കണ്ടിരിക്കും, ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ വന്ന് എത്ര ആളുകളുണ്ട്, ആളുകളുടെ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെയാണ്, ഇവിടെ എത്ര ആളുകൾക്ക് തൊഴിലുണ്ട്, എത്ര ആളുകൾക്ക് തൊഴിലില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ എഴുതിയെടുത്ത് പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? നമ്മുടെ രാജ്യം ഓരോ 10 വർഷം കൂടുമ്പോഴും ഇത്തരത്തിലുള്ള സെൻസസ് എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു രാജ്യം ഇങ്ങനെ സെൻസസ് എടുക്കുന്നത്? അതെ, ആ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് അറിയണം. ആ രാജ്യത്ത് എത്രമാത്രം ജനങ്ങളുണ്ട്, അതിൽ എത്ര ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, എത്ര ആളുകൾക്ക് തൊഴിലുണ്ട്, എത്ര ആളുകൾക്ക് ഇല്ല, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില തീരുമാനങ്ങളും പദ്ധതികളും ഒക്കെ ഇവിടെ നടപ്പിലാക്കാനും ആവിഷ്കരിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അത് കാരണം ഓരോ 10 വർഷവും ഗവൺമെൻറ് ഇവിടെ സെൻസസ് നടത്താറുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നിരിക്കുന്നത് 1881 The first census of India was taken in 1881. 1881 ഈ വർഷം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം ഒരു മാർക്കിന് ഇത് ചോദിക്കാറുണ്ട്. ഈ സെൻസസ് 1881 ഈ സെൻസസ് ഒരുപാട് പരിമിതികൾ ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ജനങ്ങളെക്കുറിച്ചിട്ടുള്ള, ജനങ്ങളുടെ സന്തുലിതാവസ്ഥയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളിലെ അസന്തുലിതാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു നഗ്നമായ ചിത്രം ഇവിടെ തുറന്നു കാട്ടി. ജനങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് നാം ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ജനസംഖ്യയെക്കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് നാം ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പ്രകാരം, ജനസംഖ്യ പരിവർത്തന സിദ്ധാന്ത പ്രകാരം 3 നമുക്ക് ജനസംഖ്യ വളർച്ചയെ തിരിക്കാം. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്നിങ്ങനെ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ജനസംഖ്യയുടെ വർധനവിലും മാറ്റമുണ്ടായിരിക്കും. ഒരു രാജ്യം വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള, വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എങ്കിൽ, വളരെ അവികസിതമായിട്ടുള്ള ഒരു രാജ്യമാണ് എങ്കിൽ അവിടെ ഒരുപാട് ജനനവും ഒരുപാട് മരണവും നടക്കും.
കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസവും കാര്യമായിട്ടുള്ള അറിവും ഒന്നുമില്ലാത്തത് കാരണം തികഞ്ഞ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കും, ജനന നിരക്ക് അവിടെ കൂടുതലായിരിക്കും. ആവശ്യത്തിനുള്ള ചികിത്സ കൊടുക്കാൻ പറ്റാതെ, ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ, അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനുള്ള പോംവഴികളില്ലാതെ ആ രാജ്യത്ത് ഒരുപാട് ആളുകൾ മരിച്ചു വീഴും, കുഞ്ഞുങ്ങളായാലും അല്ലാത്ത അവരായാലും. അപ്പം അത്തരം രാജ്യങ്ങളിൽ മരണനിരക്കും ജനന നിരക്കും വളരെ ഉയർന്നതായിരിക്കും. ഈ സവിശേഷത കാണിക്കുന്ന സ്റ്റേജിനെയാണ് നാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പ്രകാരം രണ്ടാമത്തെ സ്റ്റേജിൻ്റെ സവിശേഷത, കാലം കുറേ കഴിയുമ്പോൾ ഓരോ രാജ്യത്തിലും വികസനം ഉണ്ടായിരിക്കും. അവർ വികസനം ആർജിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. രാജ്യം കുറച്ചൊക്കെ വികസിച്ചത് കൊണ്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം കുറേ ഭക്ഷണം ആളുകൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കും, കൂടുതൽ ആളുകൾക്ക് വസ്ത്രം നൽകാനായിട്ട് ശ്രമിക്കും, ആളുകൾക്ക് ചികിത്സ നൽകാനായിട്ട് നാം ശ്രമിക്കും. ആ ഒരു ഘട്ടത്തിലേക്ക് രാജ്യം ഉയർന്നിരിക്കുന്നു. ഇങ്ങനെ ഉയർന്നിട്ടുണ്ട് എങ്കിൽ അവിടെ മരണനിരക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം വസ്ത്രം ലഭിച്ചിട്ടുണ്ട്, ഭക്ഷണം ലഭിച്ചിട്ടുണ്ട്, ചികിത്സ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാനുള്ള അത്രയും വികസനം നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തിലും സൂപ്പർസ്റ്റിഷനിലൊന്നും കാര്യമായ മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടില്ല. അന്ധവിശ്വാസത്തിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ ഫാമിലി പ്ലാനിംഗ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അത് കാരണം ജനന നിരക്ക് ഈ ഘട്ടത്തിൽ കൂടുതലായിരിക്കും, മരണനിരക്ക് ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1921 വർഷം ഒന്നുകൂടി ഓർക്കണം. ഇന്ത്യ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1921 മുതലാണ്. 1921 മുമ്പ് നാം ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. 1921 ശേഷം അല്ലെങ്കിൽ മുതൽ നാം രണ്ടാമത്തെ സ്റ്റേജിലാണ്. രാജ്യം ഇനിയും വികസിക്കുകയാണ് എങ്കിൽ ആളുകൾക്ക് അറിവും വിദ്യാഭ്യാസവും ഒക്കെ നാം കൊടുക്കും, ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളൊക്കെ മാറും. എങ്കിൽ അവിടെ മരണനിരക്കും കുറയ്ക്കാനായിട്ട് പറ്റും, ജനന നിരക്കും കുറയ്ക്കാനായിട്ട് പറ്റും. എങ്കിൽ അവിടെ കാര്യമായിട്ട് ജനസംഖ്യ വളർച്ചയൊന്നും ഉണ്ടാവില്ല. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിൽ ജനന നിരക്ക് ഉയർന്ന തലത്തിൽ തുടരുകയാണ്, പക്ഷേ മരണനിരക്ക് നമുക്ക് കാര്യമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അവിടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കും, ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടായിരിക്കും. ഇന്ത്യ ഇപ്പോഴും രണ്ടാമത്തെ സ്റ്റേജിലായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സാമൂഹിക വികസന സൂചകങ്ങളെക്കുറിച്ച്, സോഷ്യൽ ഡെവലപ്മെൻ്റൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഓവറോൾ ലിറ്ററസി, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സാക്ഷരത, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരെയും കണക്കിലെടുത്തിട്ടുള്ള സാക്ഷരത, ഇറ്റ് വാസ് ലെസ് ദാൻ 16%. അത് 16% താഴെയായിരുന്നു. കേരളത്തിലൊക്കെ സാക്ഷരത 100% പറയുന്നത്. ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ മൊത്തത്തിലുള്ള സാക്ഷരത 16% കുറവായിരുന്നു. മോശമാണ് അല്ലേ? ഇനി സ്ത്രീകളുടെ സാക്ഷരത മാത്രം നാം എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും മോശമാണ്. ഇറ്റ് വാസ് ലെസ് ദാൻ 7%. അത് എത്രയേ ഉള്ളൂ? 7% താഴെയുള്ളൂ. 100 സ്ത്രീകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എഴുതാനും വായിക്കാനും അറിയാവുന്നവരുടെ എണ്ണം കേവലം 7 താഴെയാണ്. അത്ര കണ്ട് പരിതാപകരമായിരുന്നു. ഇനി ആരോഗ്യ മേഖലയുടെ കാര്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും അവസ്ഥ ദാരുണമായിരുന്നു. Public health facilities were not at all available to the large chunks of our population. Public health facilities are not at all available to the large chunks of our population. നമ്മളുടെ ജനത്തിൻ്റെ ഭൂരിഭാഗത്തിനും ആരോഗ്യ സംരക്ഷണം, ആരോഗ്യ പരിരക്ഷ ലഭിച്ചതേയില്ല. Moreover, the available health facilities were not at all quite adequate. It was quite inadequate. ലഭ്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ
വളരെ അപര്യാപ്തവും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ജലജന്യമായിട്ടുള്ള രോഗങ്ങളും വായുജന്യമായിട്ടുള്ള രോഗങ്ങളും പടർന്ന് പന്തലിച്ചു. പകർച്ചവ്യാധികൾ ഇവിടെ ഒരുപാട് ജനങ്ങളെ കൊന്നൊടുക്കി. പകർച്ചവ്യാധിയെ തടയിടാനായിട്ട്, ജലജന്യ രോഗങ്ങളെ തടയിടാനായിട്ട്, വായുജന്യ രോഗങ്ങളെ തടയിടാനായിട്ട്, എയർബോൺ ഡിസീസിനെ തടയിടാനായിട്ട്, വാട്ടർ ബോൺ ഡിസീസിനെ തടയിടാനായിട്ട് വിപുലമായ ഒരു ആരോഗ്യ സംവിധാനവും ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. മൊത്തം മരണനിരക്ക് ഒരുപാട് ഉയർന്നു ഈ കാലഘട്ടങ്ങളിൽ. ദ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശൈശവ മരണനിരക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാമൂഹ്യ വികസന സൂചകമാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് 218/1000. 1000 കുട്ടികൾ ഇവിടെ ജനിക്കുമ്പോൾ 1 വയസ്സ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ 218 പേര് മരിച്ചിരുന്നു. 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ 218 കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു വീണിരുന്നു. കാരണം അവർക്ക് ആവശ്യമായ ഭക്ഷണം അമ്മമാർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. മാൽന്യൂട്രീഷൻ ആയിരിക്കും പലപ്പോഴും അവർ അനുഭവിച്ചിട്ടുണ്ടാവുക. ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഇതൊക്കെ കാരണം ആവശ്യമായ കുത്തിവയ്പ്പുകൾ അവിടെ ലഭിച്ചിട്ടില്ല. ഇതൊക്കെ കാരണം കുഞ്ഞുങ്ങൾ 218 പേര് 1000 കുഞ്ഞുങ്ങളിൽ ഇവിടെ മരിച്ചു വീണിരുന്നു. ഇപ്പോഴുള്ള ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കൂ, കേവലം 63 മാത്രമാണ്. 63/1000. നോക്കിയേ ആരോഗ്യ മേഖലയുടെ ഒരു അവസ്ഥ. ഇനി നോക്കിക്കോളൂ, ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം. ശരാശരി ഒരു വ്യക്തി എത്ര കാലഘട്ടം ജീവിച്ചിരിക്കും? അത് ഒരു രാജ്യം അദ്ദേഹത്തിന് നൽകുന്ന ഭക്ഷണത്തിൻ്റെ, അദ്ദേഹത്തിന് നൽകുന്ന ചികിത്സയുടെ എല്ലാറ്റിൻ്റെയും ഫലമാണ്, അല്ലേ? ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് 44 years. 44 വയസ്സാകുമ്പോഴേക്കും ആളുകൾ ഏവറേജ് പറയുകയാണെങ്കിൽ മരിച്ചു വീഴും. ഇന്ന് 44 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാരനാണ്, അല്ലേ? ഇന്നത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണെന്ന് നോക്കൂ, 68 years ആണ്. 44 മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് ഏവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം ഇന്നത്തെ കണക്കെത്രയാണ്? 68 ആണ്. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ തുടർന്ന് നമ്മുടെ ജനത ഒരുപാട് ദുരിതങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു, അല്ലേ? ഇനി നമുക്ക് തൊഴിൽ ഘടന അഥവാ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പരിശോധിക്കാം. തൊഴിൽ ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ ഏത് മേഖലയിലാണ് തൊഴിൽ കണ്ടെത്തുന്നത്, ഇതാണ് സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങൾ ഏത് മേഖലയിലാണ് കൂടുതലായിട്ട് തൊഴിൽ ലഭിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ രാജ്യം വികസിതമാണോ അല്ല അവികസിതമാണോ എന്നൊക്കെ പറയാൻ പറ്റും. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ ലഭിക്കുന്നത് എന്നറിയാമെങ്കിൽ നമുക്ക് ആ രാജ്യം വികസിതമാണോ അല്ല അവികസിതമാണോ എന്നൊക്കെ പറയാൻ പറ്റും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 70 മുതൽ 75% വരെ ആളുകളും ജോലി ചെയ്തിരുന്നത്, അവരുടെ ഉപജീവനം കണ്ടിരുന്നത് കാർഷിക മേഖലയിൽ നിന്നുമാണ്, പ്രൈമറി സെക്ടറിൽ നിന്നുമാണ്, പ്രാഥമിക മേഖലയിൽ നിന്നുമാണ്. ഒരു രാജ്യത്തെ ജനത കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് കാർഷിക മേഖലയിലാണ് എങ്കിൽ, പ്രൈമറി സെക്ടറിൽ ആണ് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അത് എന്തിൻ്റെ അടയാളമായിട്ടാണ് നാം പറയുന്നത്? അത് അവികസിത രാജ്യത്തിൻ്റെ അടയാളമായിട്ടാണ് നാം പറയുന്നത്. ഇനി ഒരു രാജ്യത്തെ ജനങ്ങൾ കൂടുതലായിട്ടും സേവന നിർമ്മാണ മേഖലകളിലാണ്, സെക്കൻഡറി ടെർഷ്യറി സെക്ടേഴ്സിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വികസിത രാജ്യത്തിൻ്റെ ലക്ഷണമാണ്. നമുക്കിപ്പോൾ എന്താ അവസ്ഥ? 70 മുതൽ 75% വരെ ആളുകൾ കാർഷിക മേഖലയിലാണ്, പ്രൈമറി സെക്ടറിലാണ്. അത് അവികസിത രാജ്യത്തിൻ്റെ ലക്ഷണമാണ്. നമ്മളുടെ രാജ്യത്ത് ആ കാലഘട്ടത്തിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ആകെ 10% ജനങ്ങളെ ജോലി കണ്ടെത്തിയിട്ടുള്ളൂ. 15 മുതൽ 20% വരെ ആളുകൾ മാത്രമാണ് സേവന മേഖലകളിൽ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ തൊഴിൽ ഘടന കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ രാജ്യത്തിൻ്റെ അവസ്ഥ ഏത് വിധത്തിലായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. തൊഴിൽ ഘടനയിൽ ഒരുപാട് പ്രാദേശിക അന്തരം ഉണ്ടായിരുന്നു. മദ്രാസ്, ബംഗാൾ, അതേപോലെ തന്നെ ബോംബെ തുടങ്ങിയ പ്രവിശ്യകളിലൊക്കെ
പ്രാഥമിക മേഖലകളിലുള്ള തൊഴിലവസരം കുറവായിരുന്നു. അവിടെ കൂടുതലായിട്ട് മാനുഫാക്ചറിങ്, സെക്കൻഡറി സെക്ടറിലും സർവീസ് സെക്ടർ, ടെർഷ്യറി സെക്ടറിലും തൊഴിലവസരങ്ങൾ ലഭിച്ചിരുന്നു. എവിടെയൊക്കെയാണ്? ബംഗാളിൽ, ബോംബെയിൽ, അതേപോലെ തന്നെ മദ്രാസ് പ്രവിശ്യ. മദ്രാസ് പ്രവിശ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, നമ്മുടെ കേരളവും അതിൻ്റെ പരിസരമായിട്ടുള്ള തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ കൂടുതൽ സെക്കൻഡറി ടെർഷ്യറി മേഖലകളിലേക്ക് ആളുകൾക്ക് തൊഴിലവസരം ലഭിച്ചിരുന്നു. കാർഷിക മേഖലയിൽ ആളുകളുടെ എണ്ണം അവിടെ കുറവായിരുന്നു. എന്നാൽ പഞ്ചാബ്, ഒറീസ, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രൈമറി സെക്ടറിലാണ് ആളുകൾ കൂടുതലായിട്ടും തൊഴിൽ കണ്ടെത്തിയിരുന്നത്. ഈ തരത്തിലുള്ള ഒരു തൊഴിൽ ഘടനയാണ് നമുക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. അത് തികച്ചും നിരാശാജനകമായിരുന്നു, അല്ലേ? ഇനി നമ്മൾ ഈ പാഠത്തിലെ ഏറ്റവും അവസാന ഭാഗമായ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ പശ്ചാത്തല സൗകര്യം, ഇതിനെക്കുറിച്ചാണ് നോക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉള്ളതുപോലെ പറയണല്ലോ. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇന്ത്യയിൽ റോഡുകളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒരുപാട് മഴ പെയ്യും, മലവെള്ളപ്പാച്ചലുണ്ടാവും. മഴവെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ റോഡുകൾ ഒലിച്ചു പോകും, കുന്നിടിച്ചിലുകളുണ്ടാവും, വെള്ളപ്പൊക്കമുണ്ടാവും. ഇങ്ങനെ വിവിധമായിട്ടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ പറ്റാവുന്ന റോഡുകളും സംവിധാനങ്ങളും ഒന്നും തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. വെതർ റോഡുകൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം മാത്രമാണ്. ഗതാഗതത്തിന് അനുയോജ്യമായ റോഡ് ശൃംഖലകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്രവർത്തനമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. ഉദ്ദേശം എന്തോ ആയിക്കൊള്ളട്ടെ, ഇന്ത്യക്കാർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ത്യക്കാരുടെ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ഒന്നുമല്ല അവർ റോഡുകൾ ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ് റോഡുകൾ ഉണ്ടാക്കിയത്? അതെ, അവരുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അവർ റോഡ് ശൃംഖലകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ദ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലൈക്ക് റെയിൽവേസ്, പോർട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്സ്, പോസ്റ്റ്സ് ആൻഡ് ടെലഗ്രാഫ്സ് എറ്റ്സെട്ര ഡിഡ് ഡെവലപ്പ്. ഇതൊക്കെ എന്തായിട്ടുണ്ട്? വികസിച്ചിട്ടുണ്ട്. 1850കളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചിട്ടുള്ളത്, ട്രെയിൻ ഗതാഗതം ആരംഭിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായിരുന്നു, ഒരു ചരിത്രമായിരുന്നു. 1850 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചതോടുകൂടി ഇന്ത്യക്കാർക്ക് ദൂരപ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റി. അതുവരെ അതിനൊന്നും അവർക്ക് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതോടുകൂടിയിട്ട് ഇന്ത്യക്കാർക്ക് വിവിധ പ്രദേശങ്ങളെക്കുറിച്ച് അറിയാനും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും ദൂരപ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്തറിയാനും ഒക്കെ ഈ ട്രെയിൻ ഗതാഗതം വന്നതോടുകൂടി പറ്റി. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായിരുന്നു. ഒരുപാട് സമ്പത്തുകളൊക്കെ ഇന്ത്യക്കാരിൽ നിന്നും ബ്രിട്ടീഷുകാർ ഈ പേര് പറഞ്ഞ് കൊള്ളയടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ത്യക്കാർക്ക് ഒരുപാട് സാമൂഹ്യ നേട്ടം റെയിൽ ഗതാഗതം വന്നതോടുകൂടിയിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റിയിരുന്നു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഉളവാക്കിയിട്ടുള്ള, സ്വാധീനം ചെലുത്തിയിട്ടുള്ള മേഖലകൾ ഏതെല്ലാമായിരുന്നു? ഏതെല്ലാം മേഖലകളിലാണ് അവർക്ക് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും വിതയ്ക്കാനായിട്ട് പറ്റിയത് എന്നതൊക്കെ നാം ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. കാർഷിക മേഖലയായാലും വ്യാവസായിക മേഖലയായിട്ടുണ്ടെങ്കിലും വിദേശ വാണിജ്യ മേഖലയായിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളുടെ സ്വയം പര്യാപ്തത നശിപ്പിച്ചിരുന്നു. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറെക്കുറെ നമുക്ക് ഗുണകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഊർജം പകരണമെന്ന് അറിയിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.